ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവർ 10 പേരുണ്ടായിരുന്നു. മണവാളന്റെ വരവിനെപ്പറ്റി യാതൊരു ധാരണയുമില്ലാതിരുന്ന 10 കന്യകമാർ. എങ്കിലും അവരിൽ 5 പേർ മണവാളനെ എതിരേൽക്കാൻ ആവശ്യത്തിന് എണ്ണ തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയവരും, 5 പേരാകട്ടെ മണവാളന്റെ വരവിനെ പറ്റിയോ തങ്ങളുടെ കയ്യിലുള്ള എണ്ണയുടെ അളവിനെ പറ്റിയോ യാതൊരു ധാരണയുമില്ലാതിരുന്നവർ. ഒടുവിൽ മണവാളനെത്തി. വിവേകശൂന്യകൾ മണവാളനെ എതിരേൽക്കാൻ എണ്ണയില്ലാത്തത് കാരണം എണ്ണ വാങ്ങാൻ പുറത്തേക്ക് പോയി. വിവേകവതികളാകട്ടെ മണവാളനോടൊപ്പം തെളിയിച്ച വിളക്കുമായി വിരുന്നുശാലയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ ഉപമയിലൂടെ ഈശോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ക്രിസ്തീയ വിശ്വാസമാകുന്ന വിളക്ക് എപ്പോഴും നന്മപ്രവർത്തികളാകുന്ന എണ്ണ ഒഴിച്ച് വിശുദ്ധിയാകുന്ന തിരി തെളിയിച്ച് നാം കാത്തിരിക്കണമെന്നാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഈ വാചകത്തിൽ ഈശോ ഒരിക്കലും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന വചനം നമ്മോട് പറയാൻ ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതമാകുന്ന വിളക്കിൽ നന്മപ്രവൃത്തികളാകുന്ന എണ്ണ പകർന്ന് വിശുദ്ധിയുടെ ദീപം അണയാതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.